മണിക്കൂർ മുമ്പാണ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ നിന്നുള്ള ജാമ്യ ഉത്തരവുമായി സഹോദരി ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിയത്. അതിനുശേഷം ഈ ജയിലിലെ നടപടികൾ പോറ്റി പുറത്തേക്ക് വന്നിരിക്കുന്നു. 90 ദിവസമാണ് റിമാൻഡിൽ അദ്ദേഹം കഴിഞ്ഞത്. ആദ്യം സ്വർണ്ണപ്പാളി കേസിൽ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം സ്വാഭാവിക ജാമ്യമാണ്. അതിനുശേഷം ജയിലിൽ തുടരേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു. ഇന്ന് കട്ടളപ്പാളി കേസിലും, അതായത് രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം. ഇതോടുകൂടി 4 പേരാണ്. നാലാമനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ ഇറങ്ങുന്ന, സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങുന്ന. വലിയ വിമർശനം നിയമസഭയ്ക്ക് അകത്ത് പോലും പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ കുറിച്ച്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുന്നത്. ഇനി 4 പേരോളം ഇനിയും ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ്. ക്ഷമിക്കണം, ഇനിയും 11 പേരോളമാണ് മൊത്തത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ നാലാമനായിട്ട് ഒന്നാമൻ, അതായത് ഈ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങുന്നു. സ്വർണ്ണ കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടുള്ള ഒരു അറസ്റ്റ് SIT ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ബന്ധുക്കളോടൊപ്പം വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കരുത്, പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, അതുപോലെ തന്നെ സാക്ഷികളെയോ ആരെയും തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നടക്കം, പിന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കാൻ ശ്രമിക്കരുത് എന്നടക്കമുള്ള ഉപാധികളാണ് ഈ ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത്. ആ ഉപാധി തെറ്റിക്കുകയാണെങ്കിൽ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നതിന് തുല്യമായിരിക്കും, തുടർന്ന് നടപടികളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ മയക്ക് നീട്ടുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല. സംസാരിക്കാതെ ചിരിച്ച മുഖത്തോടുകൂടിയാണ് അദ്ദേഹം ക്യാമറകളെയൊക്കെ തന്നെ നോക്കി കണ്ടത്. അതിനുശേഷം കാറിൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും നിലവിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ SITക്ക് എതിരെ ഉയരുന്നുണ്ട്. SIT നിലവിൽ ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല. കോടതി പോലും കുറച്ചുകൂടി സമയം SITക്ക് അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഓരോ പ്രതികളായി സ്വർണ്ണ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നാലാമനായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോൾ ജയിലിൽ നിന്ന് റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്.